പിന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അവൻ ഏറ്റവും പ്രിയപ്പെട്ട അടിയാറുകളാണ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസത്തിൽ എത്തിച്ചേരാൻ ഒരിക്കൽ കൂടി അല്ലാഹു നമുക്ക് സൗഭാഗ്യം സിദ്ധിച്ചിരിക്കാം. അതിൽ നമ്മൾ നാഥനെ സ്തുതിക്കുകയാണ്. എന്നാൽ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു ആത്മീയ അനുഭൂതി നേടിയെടുക്കാൻ, ജീവിതത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലൊരു പരിവർത്തനം ഉണ്ടാക്കിയെടുക്കാൻ റമദാനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് ഈ ഖുതുബയിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കൃത്യമായ ലക്ഷ്യമുണ്ടായിരിക്കും, ഒരു ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കും അല്ലെങ്കിൽ പ്രതീക്ഷിക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യുന്ന ഏത് അമലുകളിലൂടെയും ജീവിതത്തിന്റെ ഓരോ നിമിഷവും വിശ്വാസി ഏറ്റവും പ്രധാനമായി കാണേണ്ടത്, ഞാൻ അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യുന്നവരാണ്. പ്രയോഗങ്ങൾ അങ്ങനെയാണ്. അള്ളാഹുവിലേക്ക് പ്രയാണം ചെയ്യുക, മത്സരിച്ച് മുന്നേറുക. റമദാനെ കുറിച്ച് പറയുന്ന സൂറത്തുൽ ബഖറയിലെ ആയത്തുകൾക്കിടയിൽ വളരെ മനോഹരമായ രീതിയിൽ ഈ ഒരു ലക്ഷ്യത്തെ കുറിച്ച് അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നത്, അതായത് എന്നെ കുറിച്ച് എന്റെ ദാസൻ താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയേണ്ടത്, ഞാൻ ചാരത്ത് തന്നെയുണ്ട്. നിങ്ങളുടെ വിളിക്ക് ഉത്തരം നൽകാനായി നാഥൻ കാത്തിരിക്കുന്നു. ഖുർആനിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് പല ആയത്തുകൾ അവതരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സലൂനക, അവർ താങ്കളോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ ഉത്തരം നൽകുന്നത് പറഞ്ഞു കൊടുക്കും. പക്ഷെ ഇവിടെ അല്ലാഹു പറയുന്നത് മറ്റു വിഷയങ്ങളെ കുറിച്ച് താങ്കളോട് ചോദിക്കുന്നത് പോലെയല്ല. എന്നെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? താങ്കളെക്കാൾ ചാരത്ത് ഞാനുണ്ട്. 24/7 എല്ലാ നിമിഷവും ഞാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങളുടെ ചാരത്ത് ഞാനുണ്ട്. അതുകൊണ്ട് എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ താങ്കൾ പറയേണ്ടത് എന്താണ്? ഞാൻ താങ്കളെക്കാൾ അടുത്തുണ്ട് എന്ന് പറഞ്ഞാല് അള്ളാഹുവും ഒരു വിശ്വാസിയും തമ്മിലുള്ള അഭേദ്യമായ ഒരു ബന്ധത്തെ കുറിച്ചാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. നമ്മൾ നേടിയെടുക്കേണ്ടതും നമുക്ക് ബോധ്യമായിട്ടുണ്ടാക്കേണ്ടതും ഈ ഒരു ബന്ധമാണ്. ഖുർആന്റെ ആമുഖത്തില് മുഫസ്സിർ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനുമായി കണക്ട് ചെയ്യുമ്പോൾ, അതിലൂടെ ജീവിക്കുമ്പോൾ, അള്ളാഹുവുമായി ആത്മബന്ധം സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ എന്താണ്, ഒരു എക്സ്പീരിയൻസ് എന്താണ്? അദ്ദേഹം പറയുന്നു, ലഖദ് അസ്തു അസ്മഅ അല്ലാഹു സുബ്ഹാനഹു വ തആല യതഹദ്ദസു ഇലയ്യ ബിഹാദൽ ഖുർആൻ. ഖുർആനിലൂടെ അള്ളാഹു എന്നോട് എപ്പോഴും സംസാരിക്കുന്നത് പോലെ അനുഭവിച്ചുള്ള ഒരു ജീവിതം, അത് വല്ലാത്തൊരു അനുഭൂതിയല്ലേ. അങ്ങനെ ഞാൻ ജീവിച്ചു. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇതിനേക്കാൾ ഒരു ആദരവ് മനുഷ്യൻ എങ്ങനെ കിട്ടാനാണ്? അള്ളാഹുമായിട്ട് ഈ ഒരു അഭേദ്യ ബന്ധം അനുഭവപ്പെടുന്നതിനേക്കാൾ ഒരു ആദരവ് എന്താണ് ദുനിയാവ് കിട്ടാൻ? ഇതിനേക്കാൾ വലിയൊരു ഉയർച്ചയെല്ലാം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ എവിടെ കിട്ടാനാണ്? അള്ളാഹു നമുക്ക് ഇതിനേക്കാൾ ഉന്നതമായ ഒരു സ്ഥാനം, ഇതിനേക്കാൾ ആദരണീയമായ സ്ഥാനം വേറെന്താ നൽകേണ്ടത്? അതെന്ന് പറഞ്ഞാല് ഈ ഒരു അനുഭൂതിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. അള്ളാഹുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ കഴിയണം. എന്റെ ജീവിതത്തിന്റെ പ്രയാണം അള്ളാഹുവിലേക്കാണെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം. ഓരോ മൊമെന്റിലും അത് ബിസിനസ് സിമ്പിൾ ആകാം,
അതേപോലെ തന്നെ നമ്മൾ പഠിപ്പിക്കുമ്പോഴാകാം, നമ്മൾ യാത്ര ചെയ്യുമ്പോഴാകാം, എത്രത്തോളം വെച്ചാൽ ഒരു ഡെപ്ത് മനസ്സിലാവാൻ പറയാട്ടോ. നമ്മൾ സാധാരണ ബാത്റൂമിൽ പോയി ഇറങ്ങി വരുമ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ട്, എന്താ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്താ പറയുന്നത്? അള്ളാഹുവിനോട് പൊറുക്കൽ തേടാണ്. കാരണം എന്റെ പ്രയാസങ്ങൾ നീക്കി തന്നവൻ ആരാണ്? അള്ളാഹുവാണ്. എനിക്ക് സൗഖ്യം നൽകിയവൻ അള്ളാഹുവാണ്. ചിലപ്പോൾ പറയുമ്പോ നമുക്ക് അങ്ങനെ പറയണമെന്ന് തോന്നിപ്പോലെ അല്ലെ? പക്ഷെ അവിടെ പോലും നമ്മുടെ തിരിച്ചറിവ് എന്താണ്? എന്റെ ജീവിതത്തിലെ ഏത് നിമിഷത്തിലും എന്റെ കൂടെ ആരുണ്ട്? അള്ളാഹുണ്ട് എന്ന് തിരിച്ചറിവ് കിട്ടുമ്പോ ആ ജീവിതം എത്ര അനുഭൂതിദായകമായിരിക്കും. ഇത് കിട്ടണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, റമദാനുമായി ബന്ധപ്പെട്ട് അതിന്റെ മറ്റ് ലക്ഷ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുമായിട്ട് ആത്മബന്ധം സ്ഥാപിക്കാൻ എന്താണ് നമുക്ക് റമദാനിലൂടെ കിട്ടുന്നത്? റമദാൻ കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ റമദാൻ കഴിഞ്ഞാൽ ഒരു വിശ്വാസയുടെ വികാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റമദാൻ കഴിഞ്ഞാൽ പറയും ഏതൊരു മാസമാണ് നമ്മൾ ഇന്ന് കടന്നുപോയത്. ശരിക്കും ആലോചിച്ചാൽ രക്തക്കണ്ണീരൊഴുക്കി കഴിയും. നമ്മൾ ഗഫ്ലത്തിലാണ് അല്ലെ? അശ്രദ്ധയിൽ കഴിഞ്ഞ ആ മാസത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ ഇങ്ങനെ കരയാതിരിക്കും അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കാതിരിക്കാനുള്ള ഒരു ഉണർത്തൽ കൂടിയാണ്. അപ്പൊ റമദാന്റെ ലക്ഷ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നമ്മൾ സാധാരണ ഖുതുബയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വസിയത്താണ് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അല്ലാഹു പറയാണ്, നോമ്പ് നിർബന്ധമാക്കി എന്തിനാണ് നോമ്പ്? എന്താണ് നേടിയെടുക്കേണ്ടത്? നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ അല്ലെ? തഖ്വ ഉണ്ടാവാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ കുറിച്ച് പറഞ്ഞാൽ തഖ്വ ഹുന, ഇവിടെയാണ് ഖൽബ് അല്ലെ? ഖൽബ് ക്ലിയർ ആവേണ്ടതിന്റെ എങ്ങനെ ക്ലിയർ ആക്കുന്നതിനെ കുറിച്ചുള്ള ചിലത് നമ്മൾ ഖുതുബയിൽ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് തഖ്വ കൈവരിക്കണം. നമ്മുടെ മനസ്സിൽ പിശാച് കുടിയേറിയിട്ടാണ്. പിശാച് കുടിയേറെ സംഭവിക്കുന്നു. പിശാച് അള്ളാഹനെ മറപ്പിക്കും. പിന്നെ ഒരു ഷെയ്ത്താന്റെ പണിയെ ചെയ്യാം, ഷെയ്ത്താൻ ആളുകളായി മാറും. അങ്ങനെ അവിടെ അള്ളാഹുവിനെ നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രസൻസ്, സാന്നിധ്യം ഉറപ്പിക്കാൻ കഴിയണം. അതാണ് റമദാനിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത്. അപ്പൊ ഓരോ നോമ്പ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പരിശോധിക്കാനുണ്ടോ, എത്രമാത്രം എനിക്ക് എന്റെ മനസ്സിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം കൂടിയിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്റെ മനസ്സിൽ പിശാച് കുടിയേറിയിട്ടുണ്ടോ ഇല്ലയോ? ഇതെങ്ങനെ അറിയും? മനസ്സിന്റെ രോഗങ്ങൾ അറിയണല്ലോ, എന്നിട്ടല്ലോ ട്രീറ്റ് ചെയ്യാൻ പറ്റാം. രണ്ടാമത്തേത്, അങ്ങനെ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ പിശാചിനെ ഒഴിപ്പിക്കാൻ എന്ന് പറഞ്ഞാല് എന്റെ മനസ്സിലെ പാപക്കറകൾ നീക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇതിനെന്താ വഴി? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലെ തുടക്കത്തിൽ പറയാണ്, നിങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കിതാബ് ഒരു സംശയമില്ലാത്ത, ഒരു പ്രൂഫ് റീഡിങ് ആവശ്യമില്ലാത്ത അത്രയും ക്ലിയർ ആയ പുസ്തകമാണ്. അത് ഹുദൻ ലിൽ മുത്തഖീൻ, നിങ്ങൾ തഖ്വ കൈവരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഗൈഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഖൽബിന്റെ പ്രശ്നമെന്നും എവിടെയാണ് നിങ്ങൾ തിരുത്തേണ്ടതെന്നും എന്താണ് സൊല്യൂഷൻ എന്നും കൃത്യമായി പറഞ്ഞു തരുന്ന വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. അതിലൂടെ നിങ്ങൾ കണ്ടുപിടിച്ച് എന്ത് രണ്ടും മനസ്സിലാവും. അത് ഞാൻ വിശദീകരിക്കുക, സ്വയം നമ്മൾ കണ്ടെത്തുക. അവരെ ഫീൽഡ് നമ്മൾ റമദാനിൽ എടുക്കണല്ലോ, പിന്നെ എന്തിനാ നമുക്ക് റമദാൻ? അപ്പോ വിശുദ്ധ ഖുർആൻ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് റമദാനെ വ്യതിരിക്തമാക്കുന്ന ഘടകം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയില് ഇന്ന അദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർദ്. ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 പവിത്ര മാസമാണ്. നമ്മൾ കാണിച്ചു അതിൽ റമദാൻ പെട്ടിട്ടുണ്ടോ? ആ പവിത്ര മാസങ്ങളിൽ ഇല്ല, പെട്ടിട്ടില്ല. അതിൽ റമദാൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് റമദാന്, അതിൽ പോലും പെടാതിരുന്ന റമദാന് മഹത്വം കൈവന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഒക്ടോബർ 7 തൂഫാൻ അൽ-അഖ്സ എന്ന് ഓർമ്മിക്കുക. അതുകൊണ്ട് ഒക്ടോബർ 7 എല്ലാവർക്കും അന്നൊരു ഡേ അത് സംഭവിച്ചുകൊണ്ട് പ്രസക്തമാണ്. ഇങ്ങനെ ഓരോ സ്പെഷ്യൽ ഡേയ്സ് നമുക്ക് ഉണ്ടാവും.
ഇതുപോലെ റമദാൻ പ്രസക്തമാകുന്നത് ഒറ്റ കാരണമാണ്. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. മനുഷ്യർക്ക് ജീവിതത്തിലുള്ള ഗൈഡൻസ് ആയിട്ട് ഖുർആൻ അവതരിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് റമദാന്റെ പ്രസക്തിയുള്ളത്. എന്ന് പറഞ്ഞാല് റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആന്റെ മാസമാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഖുർആനിലൂടെ കണ്ണോടിക്കുമ്പോഴാണ് ജീവിത പരിവർത്തനം നമുക്ക് സംഭവിക്കുക. അതൊരു ഖുർആന്റെ മാസമാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. രണ്ടാമത്തേത്, നമ്മൾ റമദാനിലൂടെ നേടിയെടുക്കേണ്ട മറ്റൊരു ലക്ഷ്യം എന്താണ്, ഒരു ഔട്ട്കം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറയുന്നുണ്ട്, മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബ. എല്ലാവർക്കും ബോധ്യമുണ്ട്, കുട്ടികൾക്ക് പോലും. ആരെങ്കിലും മോശമായ വാക്കും പ്രവൃത്തി ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ വെറുതെ ഭക്ഷണം ഉപേക്ഷിക്കണം, അല്ലെ? ചെറുപ്പത്തിൽ സ്കൂളൊക്കെ പോകുമ്പോൾ ആരെങ്കിലും മോശമായ വാക്ക് ഉപയോഗിച്ചാൽ കുട്ടികൾ പരസ്പരം പറയും, നിന്റെ നോമ്പ് പോയി, എനിക്ക് കിട്ടിയെന്നൊക്കെ പറയും, അല്ലെ? എന്ന് പറഞ്ഞാല് നോമ്പിന്റെ ലക്ഷ്യമായിട്ട് മറ്റൊന്ന് പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വഭാവ സംസ്കരണമാണ്, ആ ഒരു ജീവിത വിശുദ്ധി കൈവരിക്കലാണ്. ഇതിന്റെ ഒരു റെലവൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എപ്സ്റ്റീൻ ഫയൽസ് ഇന്നും പത്രങ്ങളിൽ പ്രധാന വാർത്തയായിട്ട്, അല്ലെ, യൂറോപ്പിലും ഒക്കെ കോൾഡൊക്കെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകൾക്കും സ്ഥാനങ്ങൾ നഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യത്വം നഷ്ടപ്പെട്ട, മനുഷ്യത്വം മരവിച്ച ലീഡർഷിപ്പ്, അല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലുള്ള ആളുകൾ, സെലിബ്രിറ്റികൾ, പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും പിച്ച് ചീന്തുന്ന ധാർമ്മികത നഷ്ടപ്പെട്ട, അധാർമികതയിൽ കൂപ്പുകുത്തിയ ലോകക്രമത്തെ നമ്മൾ ജീവിക്കുന്നത്. ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ നമ്മൾ കാണുന്നുണ്ട്, ഒരു കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിന്മയിൽ അപരമിച്ച ഒരു സമൂഹത്തെ ലോകനായകന്മാരാക്കി. അവർ ബിസിനസ്സുകാരുണ്ടായിരുന്നു, കച്ചവടക്കാരുണ്ടായിരുന്നു, കർഷകരുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു. ഉമർദാൻഹുവിനെ പോലെയുള്ള ലോക ചരിത്രം കണ്ട അതുല്യരായ ഭരണാധികാരികൾ, നേതാക്കന്മാരുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ലൈഫിലൊക്കെ ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി എന്താണ്? ഇതിന്റെ മഹത്വം നമ്മളെങ്കിലും മനസ്സിലാക്കണം. ധാർമ്മികതയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു സമൂഹം, അതിന്റെ മകുടോദാഹരണം എന്ന് പറയാൻ പറ്റും. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ഈ ദീനിന്റെ പ്രസക്തി, ഈ ദീൻ എന്തിനാണ് ലോകത്തിന്, ഈ സമൂഹത്തിന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ മാറ്റം നമ്മളിലൂടെ തുടങ്ങണം. എന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിന്റെ സംസ്കരണം സാധ്യമാകണം, നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം നടക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടല്ലേ പറഞ്ഞത്, ഞാൻ വന്നത് എന്തിനാ, വൈ ഐ ആം ഹിയർ എന്ന് ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറഞ്ഞത് സദ്ഗുണങ്ങളുടെ അഖ്ലാഖ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ മൊറാലിറ്റി എന്ന വേർഡിന്റെ അറബി നോക്കിയാൽ അഖ്ലാഖ് എന്ന് കാണാൻ പറ്റും. നല്ല സ്വഭാവമുള്ള, സദാചാര വിശുദ്ധിയും ധാർമ്മികവുമുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കണം. അതിലൊരു സുപ്രധാന പ്രോസസ്സാണ് റമദാൻ എന്ന് പറയുന്നത്. ഒരു ട്രെയിനിങ് പീരീഡ് തന്നെയാണ് റമദാൻ എന്ന് പറയുന്നത്. കാരണം ട്രെയിനിങ് പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അതിന് നമ്മളത്ര വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളാണോ? അങ്ങനെയുള്ളത് നമ്മൾ അംഗീകരിച്ചാലില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ്. ഈ ഉത്തരവാദിത്തം അല്ലാഹു ആകാശഭൂമിയിൽ ഏൽപ്പിച്ചു. നമ്മൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഫഅബൈന അൻ യഹ്മിലഹ, അതിന്റെ ഭാരം കണ്ടിട്ട് അവ ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു. ആരെ ഏറ്റെടുത്തത്? മനുഷ്യൻ ഏറ്റെടുത്തു. ഇന്നഹു കാന ദലൂമൻ ജഹൂല, അവൻ അജ്ഞനായിരുന്നു. എന്ന് പറഞ്ഞാല് ആകാശഭൂമികൾ പേടികൊണ്ട് ഏറ്റെടുക്കാൻ വിസമ്മതിച്ച ഒരു അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ജീവിതത്തിൽ എവിടെ ജീവിക്കുന്ന ആരാലും, ഏത് പ്രൊഫഷനാലും, ഏത് കരിയർ ആയാലും ഈ ദൗത്യം നിർവഹിച്ചേ മതിയാവുകയുള്ളൂ. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ആ ദൗത്യ നിർവഹണത്തിന് നമുക്ക് അള്ളാഹു നൽകുന്ന ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് പ്രോസസ് ആയിട്ട് നമുക്ക് റമദാനെ കാണാൻ കഴിയണം. എത്ര അനുഗ്രഹീതരാണ് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സ്വഭാവ ശുദ്ധീകരണം, സംസ്കരണം നമുക്ക് നടക്കണം. അപ്പോൾ നമ്മൾ ചോദിക്കും, എങ്ങനെ നല്ല സ്വഭാവം മനസ്സിലാക്കുക? അതുപോലെ തന്നെ എന്റെ സ്വഭാവത്തിലുള്ള പരിമിതികൾ എങ്ങനെ തിരിച്ചറിയും? ഇത് രണ്ടും പ്രധാനമാണല്ലോ. അതിന് ആയിഷ റളിയല്ലാഹു അൻഹയോട് സ്വഹാബികൾ ചോദിച്ചല്ലോ, നമ്മുടെ ഉമ്മയോട്, നബിയുടെ സ്വഭാവം എത്ര നന്നായത്? ആയിഷ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താണ്? ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം പോലും അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നത് ഖുർആനിലൂടെയാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു പറയാണ്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്ക്, നമുക്ക് ഈ ഒരു സ്വഭാവ വിശുദ്ധിയും ധാർമ്മിക വിശുദ്ധിയും കൈവരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്.
ഞാൻ വിശദീകരിക്കുന്നില്ല, നമ്മൾ കണ്ടെത്തുക. ഖുർആൻ പറഞ്ഞിരുന്നു, ഖുർആനിലൂടെ കണ്ടുപിടിച്ച് നമുക്കത് കൃത്യമായി മനസ്സിലാവും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലെ, അള്ളാഹ് എന്നോട് സംസാരിക്കുന്നത് പോലെ ഖുർആനുമായി ആത്മബന്ധം ഉണ്ടാക്കി നമുക്കത് മനസ്സിലാവും. മൂന്നാമത്തെ ഒരു സംഗതി, ഈ റമദാനിലൂടെ നമ്മൾ നമ്മുടെ സ്വഭാവം മാത്രം നന്നാക്കിയാൽ പോരാ, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ. ഖുർആൻ പഠിപ്പിച്ചെന്താ? സൂറത്ത് ആലി ഇംറാൻ 110-ാമത്തെ ആയത്തിൽ കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന മുൻകർ. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല കേട്ടോ. നിങ്ങൾ കുടുംബത്തിനും മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കേണ്ടവരല്ല, അവർക്ക് വേണ്ടി ജീവിക്കണം. നിങ്ങൾക്ക് മറ്റു ചില ദൗത്യവുമുണ്ട്. നിങ്ങൾ ഉഖ്രിജത് ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ഉത്തമ സമൂഹമാണ്. അവിടെ മനുഷ്യർ എന്ന് പറഞ്ഞത് മുസ്ലിം എന്നോ മുഅ്മിൻ എന്നോ എന്നല്ല പറഞ്ഞത്, മനുഷ്യർ അല്ലാഹുവിന്റെ സൃഷ്ടികൾ അല്ലെ, മനുഷ്യർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ മനുഷ്യരോട് നമുക്ക് കടപ്പാടുണ്ട്. അതിന് നമുക്ക് എന്ത് ട്രെയിനിങ് ആണ് ഇതിലൂടെ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് കഴിയുന്ന ആളുകള് നോമ്പ് നോൽക്കണം. വഅലല്ലദീന യുതീഖൂനഹു ഫിദ്യത്തുൻ തഅമു മിസ്കീൻ. അല്ലാത്തവരെന്ത് ചെയ്യണം? മിസ്കീൻ അന്നം കൊടുക്കണം. ഒന്നുകിൽ ഈ സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നം വിശപ്പ് അനുഭവിച്ചറിയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? വിശക്കുന്നവന് അന്നം കൊടുക്കുക. അല്ലെ, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നാലും ഏത് ഭരണഘടന വന്നാലും ആദ്യം പരിഹരിക്കേണ്ട പ്രശ്നം എന്താ? മനുഷ്യന്റെ വിശപ്പാണ് അടിസ്ഥാന പ്രശ്നം. ഇസ്ലാമിനെ കൺസേൺ ഉണ്ട്, വളരെ കൃത്യമായ കൺസേൺ ഇസ്ലാമിനുണ്ട്. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ അള്ളാഹുവിനെ ദുനിയാവിൽ വെച്ച് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുക ഹദീസ് പറയട്ടെ. അങ്ങനെ തന്നെ പറയുന്നത്, അള്ളാഹു നാളെ പരലോകത്ത് എനിക്ക് വിശന്നിരുന്നു, ദാഹിച്ചിരുന്നു, അല്ലെ, നീ എനിക്ക് ഭക്ഷണം തന്നില്ല, വെള്ളം തന്നില്ല. ആ ഹദീസിൽ കൃത്യമായിട്ട് അതിന്റെ റിവായത്ത് ഇങ്ങനെയാണ്, നീ എങ്ങാനും അവന് ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ എന്നാ പറയുന്നത്, നിനക്ക് അവിടെ എന്നെ കാണാം. അള്ളാഹുവിനെ നമുക്ക് അനുഭവിക്കാം. വിശക്കുന്നവന് അന്നം കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രസൻസ് നമുക്ക് ദുനിയാവിൽ തന്നെ ഫീൽ ചെയ്യും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് റമദാന് അങ്ങനെ സമൂഹവുമായി നമ്മളെ കണക്ട് ചെയ്യുന്നു. മർജാലി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസായ ഇഹ്യാ ഉലൂമുദ്ദീനിലെ റമദാനെ കുറിച്ച്, നോമ്പിനെ കുറിച്ചുള്ള ബാബിൽ പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തിന്, അത് അന്നു മുതലും എന്ത് ചെയ്യുന്നു, വിശ്വാസ സമൂഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായത്. ഈ നോമ്പിന്റെ ഒരു അനുഭൂതി കിട്ടുന്നില്ല. എന്താ കാരണം? ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത്, നോമ്പ് വിശപ്പിന്റെ മാസമായിട്ട് അദ്ദേഹം പ്രസന്റ് ചെയ്യാണ്. ആയിഷ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ദാബിമി ഖറഅബിൽ ജന്ന, ആയിഷ നീ സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടുക. ഇങ്ങനെ സ്വർഗ്ഗത്തിന്റെ വാതിൽ മുട്ടുക? ബിമാദ യാ റസൂലല്ലാഹ്? ബിൽ ജൂ, വിശപ്പ് കൊണ്ട്. അപ്പൊ നമ്മള് സാധാരണ റമദാനെ കുറിച്ച് അറിയാൻ കേൾക്കലുണ്ട്, ഇദാ ദഖലതു ശഹ്റു റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഗുലിഖത് അബ്വാബുൻ നാർ. അല്ലേ, സ്വർഗ്ഗത്തിന്റെ വാതിൽ തുറക്കപ്പെടും, നരകത്തിന്റെ വാതിൽ കൊട്ടി അടക്കപ്പെടും. വസുഫിദതി ശയാത്തീൻ, ശൈത്താൻ ബന്ധനസ്ഥരാക്കപ്പെടും. അപ്പൊ ശരിക്കും നമ്മൾ തെറ്റിയാൻ കാരണം ആരാ? പിശാചല്ലേ. പിശാചിനെ തെറ്റിയാൻ കാരണം നമുക്കറിയാം. പിശാചിനെ കെട്ടിയിടെന്ന് പറയുന്നു, എന്നാൽ തെറ്റായ പ്രേരണകളും ചിന്തകളും കുറ്റകൃത്യങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഹദീസിന് അവസാനം പറയുന്നുണ്ട്, നന്മ ആഗ്രഹിക്കുന്ന നിങ്ങൾ മുമ്പോട്ട് നിൽക്കുന്ന ഒരു അവസരമാണിത്. തിന്മ ആഗ്രഹിക്കുന്ന അടങ്ങിയേക്കാം എന്ന് പറഞ്ഞാല് നന്മ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. ഈ അവസരം ഉപയോഗപ്പെടുത്താൻ എന്ത് ചെയ്യണം? അതിനെ ആ വിധത്തിൽ സമീപിക്കണം. അപ്പൊ പിശാച് എങ്ങനെ നമ്മളിലേക്ക് അടക്കാം? പറയുന്ന ഒരു ഹദീസിൽ ഉദ്ധരിച്ച് പറയുന്നുണ്ട്, ശൈത്താന് ഒരു മനുഷ്യന് രക്തം ഓടുന്നിടത്തൊക്കെ സഞ്ചരിക്കട്ടോ, അത്രയും നമ്മളുടെ അടുപ്പുണ്ട്. അതിനെടുക്കാനുള്ള അവസരം എന്താ? വിശപ്പാണ്. അതുകൊണ്ടല്ലേ യുവാക്കളോട് കല്യാണപ്രായത്തില് പെട്ടെന്ന് കല്യാണം കഴിക്കാൻ പറ്റും. കല്യാണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കോ അവരെന്താ ചെയ്യേണ്ടത്? നോമ്പ് നോൽക്കാൻ പറയും. നമ്മൾ കേൾക്കാറുണ്ട്. കാരണം നോമ്പ് പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു പരിചയമാണ്, അങ്ങനെ പഠിപ്പിക്കപ്പെട്ടത്. പക്ഷേ ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത്, നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ നോക്കുമ്പോൾ മറ്റു മാസങ്ങളെക്കാൾ പിശാച് കടന്നു വരാൻ സാധ്യത കൂടുതലാണ്. എന്താ കാരണം? പകൽ മുഴുവൻ ആമാശയം ഒഴിച്ചിട്ട് രാത്രി പകരം വീട്ടുന്ന ഒരു സമുദായം, അല്ലെ? അങ്ങനെ ഉണ്ടല്ലോ. പകൽ മുഴുവൻ ആമാശയത്ത് വെച്ചിട്ട് ചെലവ് കൂടുതൽ എപ്പോഴും റമദാനിലായിരിക്കും. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് ചിലപ്പോൾ റമദാനിലായിരിക്കും, അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുക? നമ്മുടെ ആമാശയത്തിന് താങ്ങുന്നതിലപ്പുറമുള്ള, ബാക്കി ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ മതി, അല്ലെ, അതിന്റെ ഒരു ഹെൽത്ത് പരമായിട്ടുള്ള സംഗതികളെ കുറിച്ച് ഭക്ഷണം കഴിക്കുകയാണ്.
ഇതിന് ഇമ്പാക്ട് പകലും ഉണ്ടാവും. റമദാൻ കഴിയുമ്പോഴത്തെ ആളുകൾ കണ്ടാ പറയാ, ഓ നോമ്പ് കഴിഞ്ഞപ്പോൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ, ഒന്ന് തടിച്ചിട്ടുണ്ട് അല്ലെ. എന്റെ ആളുകൾ എന്താ പറയാന്ന് വെച്ചാല്, എനിക്ക് ഒരു ക്ഷീണമല്ലായിരുന്നു, എന്ത് സുഖമായിരുന്നു നോമ്പ്, ചൂട് പോലെ അറിഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ പറയും. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് വിശപ്പ് അനുഭവിക്കുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി നൽകുന്ന ഈ ഒരു ഉപദേശം നമ്മൾ സ്വീകരിച്ചു നോക്കും. നോമ്പിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യുക, അത്യാവശ്യ ഭക്ഷണം കഴിക്കുക, കുറച്ച് വിശപ്പൊക്കെ ഒന്ന് അനുഭവിക്കുക, ഈ സമൂഹത്തിലെ പ്രശ്നമൊക്കെ ഒന്ന് അനുഭവിച്ചറിഞ്ഞു നോക്ക്. ഇബാദത്തുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും, ദിക്റിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കാൻ കഴിയും. അത് വല്ലാത്തൊരു അനുഭൂതിയായിരിക്കും. അങ്ങനെ നമുക്ക് അള്ളാഹുവിന്റെ സാമീപ്യം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഈ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നുണ്ടോ എന്ന് ഓരോ ദിനവും നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയാവുമ്പോൾ ഈ നോമ്പ് നമുക്ക് ധന്യമായി തീരും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ നോമ്പില് സ്പെഷ്യലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല, അത് നമുക്ക് കൺഫ്യൂഷൻ ആവട്ടെ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമലുകളെ കുറിച്ച് ചോദിച്ചു. ഹൽഖാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തസ്സു മിനൽ അയ്യാമി ശൈഅ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ചെയ്യായിരുന്നു? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞെന്നോ, കാന അമലുഹു ദീമ, നബിയുടെ അമല് നൈരന്തര്യമുള്ളതായിരുന്നു, കൺസിസ്റ്റന്റ് ആയിരുന്നു. അത് നമ്മൾ ചോദിക്കും, റമദാനിൽ സ്പെഷ്യലായി ചെയ്യുന്നില്ലേ? നോമ്പ് നോൽക്കുന്നുണ്ട്. നോമ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇച്ഛകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു പ്രോസസ് നൽകി നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഷെഡ്യൂളിൽ മാറ്റം വരുത്തുന്നു. ഓക്കെ, മറ്റ് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറയും, നമ്മൾ ഖുർആൻ ഓതാറുണ്ടല്ലോ അല്ലെ, ഖുർആൻ ഓതാറുണ്ടല്ലോ. നമ്മൾ സ്വഹാബികളുടെ ലൈഫ് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുന്നുണ്ട്, നമ്മൾ 1 മാസം കൊണ്ട് ഖുർആൻ ഓതി തീർക്കണം. നോർമൽ ഡേയ്സിനെ കുറിച്ച് പറയണം. അപ്പം അബ്ദുല്ലാഹി നംബറുല്ലാഹി റളിയല്ലാഹു പറയുന്നുണ്ട്, അതെന്താ റസൂൽ, എനിക്ക് അതിനേക്കാൾ കഴിയും. അങ്ങനെ അവസാനം ഒരാഴ്ച, ഓക്കെ, അപ്പൊ അദ്ദേഹം വീണ്ടും പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ, എനിക്ക് അതിനേക്കാൾ കഴിയും. അപ്പൊ ഒരു കണ്ടീഷൻ വെക്കണം, എന്താണോ, 3 ദിവസത്തിൽ